പ്രിയപ്പെട്ടവരെ, സോയിൽ ആൻഡ് സോൾ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ചെറിയ രാസവള പ്രയോഗം നടത്തുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ കായെടുത്ത് പോയ ഭാഗം. അപ്പോൾ കായെടുത്ത് പോയ ഭാഗത്തിന് ഇതിന് ആഹാരമൊക്കെ ഫുഡും വെള്ളവും ആഹാരവും എല്ലാം കറക്റ്റ് കിട്ടിയാൽ മാത്രമേ അടുത്ത റൗണ്ട് നമുക്ക് നല്ലതായിട്ട് കാ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് പൊതുവെ നമ്മൾ പണ്ട് മുതൽ അവലംബിച്ച് വരുന്ന ഒരു രാസവള പ്രയോഗം എന്ന് പറഞ്ഞാൽ 10-26-16 ഫാക്ടംപോസ് പോലെയുള്ള രാസവളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH ഭയങ്കര ലോ ആയതുകൊണ്ട് നമുക്കിപ്പം അതേപോലെയുള്ള രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, പകുതി ലീച്ച് ഔട്ടായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ കോംപ്ലക്സ് വളങ്ങൾ 12, 11, 18 എന്ന് പറഞ്ഞാൽ ഒരു മോഡി ഒരു ഇതിൽ വരുന്ന നമുക്ക് വളങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതാണ്. ഒരു ചെടിക്ക് ഒരു 100 ഗ്രാം വെച്ച് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഈ ഭാഗം കായെടുത്ത് പോയി ഈ ഭാഗം കായെടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കായെടുത്ത് പോയ ഭാഗത്ത് അടുത്ത റൗണ്ടൊക്കെ എന്തെങ്കിലും കാ പിടിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും രാസവളങ്ങൾ നല്ലതായിട്ട് കൊടുക്കണം. അപ്പം അതിൽ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിലായിരിക്കും കുറച്ച് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ എന്ത് ഫംഗിസൈഡ് കൊടുത്താലും ശരി, നല്ലതായിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഇത് ചെടി നല്ല അവിടെ അറസ്റ്റായി നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ ഒരു പനി ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലൊരു കഞ്ഞി കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടത്തില്ല. എന്ന് പറഞ്ഞ പോലെ എല്ലാ സസ്യങ്ങൾക്കും കൃത്യമായ തോതിൽ അതിന് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തില്ലെങ്കിൽ അത് മൊത്തത്തിൽ ഡൗണായി നിൽക്കും. എനിക്ക് കാറ്റടിച്ച് കംപ്ലീറ്റ് പോയി ഒടിഞ്ഞ് അടിച്ച് പറഞ്ഞു നിൽക്കുന്ന ഭാവമാണ് ഇവിടെ ഉണ്ടോ. മൊത്തം പഴുത്ത് മഞ്ഞ കളറുമായി. മെഡിസിനൊക്കെ കൊടുത്തിട്ട് നിൽക്കുവാണ്. കഴിഞ്ഞ ഇടയ്ക്ക് വീണ്ടും കാറ്റടിച്ച് വീണ്ടും സെയിം അവസ്ഥ തന്നെ. അഴുകൽ നന്നായിട്ട് കയറിയിട്ടുണ്ട്. എല്ലാവരും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും തന്നെ നമ്മുടെ തോട്ടത്തിലുണ്ട്. 100% ഒരു പെർഫെക്റ്റായ ഒരു തോട്ടമൊന്നുമല്ല. നമ്മളിത് പറയുമ്പം നമ്മൾ ഭയങ്കര സയൻറ്റിസ്റ്റ് ആണെന്ന് എല്ലാവരും വിചാരിക്കരുത്. എല്ലാ തോട്ടത്തിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ തോട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് 12, 11, 18 ഒരു ചെടിക്ക് ഒരു 100-150 ഗ്രാം വരുന്ന രീതിയിൽ വിതറി കൊടുക്കുക. ഫോളിയാർ ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്ത് കൊടുത്തു പോകുന്നുണ്ട്. കോമ്പോടെ 40, 37, 500 ഗ്രാമും കോമ്പി 2 മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടെ ചേർന്നൊരു കോമ്പോ അതൊരു 150 ഗ്രാമും അതിൻ്റെ കൂടെ എന്നെ ഒരു 30 മില്ലി പിന്നെ സൈറ്റോകൈൻ ഓക്സിൻ എല്ലാം ചേർന്നൊരു പ്ലാന്റ് ഹോർമോൺസ് ഒരു 200 മില്ലി വൈറ്റമിൻ V1, V2 അമിനോസ് എല്ലാം ചേർന്നൊരു 200 മില്ലി ഓൾറെഡി സ്പ്രേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതിന് ആഹാരം കൊടുത്താൽ മാത്രമേ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഉപയോഗിക്കുന്ന യാരയുടെയാണ് കേട്ടോ. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ട്, ഒട്ടുമിക്ക കമ്പനികൾക്കുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർ മേടിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം.